പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ദൈവമക്കളെ, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനമായ 4 വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ വിശുദ്ധ ബർണർദീത്തയോട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, ഞാൻ അമലോത്ഭവയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു പ്രവചനം ഉത്തമഗീത പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിലുണ്ട്. എൻ്റെ മാടപ്രാവ് എൻ്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം, അമ്മയ്ക്ക് അവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ്. ദൈവമക്കളെ, പരിശുദ്ധ അമ്മ അമലോത്ഭവമാണെന്ന്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണെന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള മാതർ പോപ്പുലി ഫിദിലിസ് എന്ന ഡോക്ട്രിനൽ നോട്ടിലൂടെ പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ചില ടൈറ്റിലുകളെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തി. മറിയം സഹരക്ഷകയാണോ? മറിയം മധ്യസ്ഥയാണോ? മറിയം സകല കൃപാവരങ്ങളുടെയും മാതാവാണോ? ദൈവമക്കളെ, ഈ അടുത്ത് ഒരു പ്രസിദ്ധ ധ്യാന കേന്ദ്രത്തിലെ ചില സാക്ഷ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇപ്രകാരം കമൻറ്റ് ചെയ്യുന്നിരിക്കും ഞാൻ ശ്രദ്ധിച്ചിരുന്നു: അമ്മേ മാതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, ലുത്തിനിയയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. പിന്നീട് പരിശുദ്ധ അമ്മയോട് പറയുന്നത്, അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മീഡിയേഷൻ, മധ്യസ്ഥം എന്ന് പറയുന്നത് അത് ഒരു പ്രവൃത്തിയാണ്. ഇൻ്റർസെഷൻ എന്ന് പറയുന്നത് മാധ്യസ്ഥമാണ്, അത് ഒരു അപേക്ഷയാണ്. പരിശുദ്ധ അമ്മ മധ്യസ്ഥയല്ല, നമുക്കൊരു മധ്യസ്ഥനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മീഡിയേറ്റർ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമായിട്ടുള്ള മീഡിയാട്രിക്സ് എന്നുള്ള പദം പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ നിർദ്ദേശിക്കുകയാണ്. അതുപോലെ ക്രിസ്തുവിലൂടെയാണ് രക്ഷാകര പ്രവൃത്തി നമുക്ക് പൂർത്തിയായത്. പരിശുദ്ധ അമ്മ രക്ഷാകര പ്രവൃത്തിയോട് സഹകരിച്ചു എന്നുള്ളത് കൊണ്ട് പരിശുദ്ധ അമ്മയെ സഹരക്ഷക, റിഡംട്രിക്സ് എന്ന് പ്രയോഗിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭ വിലക്കുകയാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ഇടയെ പല പള്ളികളിലും പല ധ്യാന കേന്ദ്രങ്ങളിലും പ്രസാദവര മാതാവ് എന്നൊരു പ്രയോഗം കാണിക്കുന്നുണ്ട്. മദർ ഓഫ് ഓൾ ഗ്രേസസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം എല്ലാ കൃപാവരങ്ങളും പിതാവായ ദൈവത്തിൽ നിന്നാണ്. ഇങ്ങനെ 3 പ്രയോഗങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉപയോഗിക്കരുതെന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ നിർദ്ദേശിക്കുകയാണ്. ദൈവമക്കളെ, ഈ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്വം, പരിശുദ്ധ അമ്മ നമ്മുടെ ദൈവമാതാവാണ്, നിത്യകന്യകയാണ്, സ്വർഗാരോപിതയാണ്. ഇതാണ് മരിയൻ വിശ്വാസ സത്യങ്ങൾ. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക വണക്കത്തിന് പരിശുദ്ധ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ അമലോത്ഭവ തിരുനാളിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം.